So, hello guys, welcome back to my channel. It's me Arun Dad. This ഇപ്പം എല്ലാവരും കമൻറ്റ് ചെയ്തതുപോലെ പുത്തനൊരു ഗെയിമാണ് കളിക്കുന്നത്. ഇതിൻ്റെ പേരാണ് ആസ്ഫോൾട്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഇതിപ്പോൾ നമ്മളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇത് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജി ടി ഫൈവ് കളിച്ചിട്ടുള്ളവരാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനൊരു ജി ടി ഫൈവ് പ്ലെയർ ആയിരുന്നു. അപ്പം അതിനകത്ത് മിഷൻ ഇത് കാർ ഡ്രൈവിംഗ് മിഷൻസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് അതിൻ്റെ ചെറിയൊരു കട്ടുള്ള പോലെ തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ പുറകിലെല്ലാം ചെളിയായിരുന്നു. കളി ഈ ചളി നമ്മുടെ ഇപ്പോൾ റിയാലിറ്റി പോലെയാണ് ഇത് കാണാൻ. അത് കുറച്ച് വൈറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഈ ചളി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാനത് ആ ഗെയിം കളിക്കുമ്പോൾ ഈ ബീച്ച് സൈഡിൽ കൂടെ എല്ലാം ഓടിക്കും, ഇതുപോലെ എല്ലാം വരുമായിരുന്നു. എനിക്ക് പ്ലെയറാണെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഞാൻ കളിച്ചിട്ട് ഒത്തിരി നാളായി. എൻ്റെ ഒരു ഇതൊക്കെ നമ്മളാണ് ഇപ്പോൾ ഏറ്റവും വീഡിയോ നിൽക്കുന്നത്. നമ്മളെ പുറകിൽ കുറച്ച് പേരൊക്കെയുണ്ട്. നമുക്കൊന്ന് ജ്യൂസ് എടുത്ത് പോകാം. അതുപോലെ എങ്ങാനും പിടിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ കയറി വരുമ്പോൾ അതപ്പോൾ കുറച്ച് പുറകിലാണെങ്കിൽ അവർ കയറി വരാൻ കുറച്ച് നേരം വരുന്നത്. നമുക്ക് ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അവർ ചോദിക്കാൻ കയറി പോകുന്നത് ചുമ്മാ ഇതുപോലൊക്കെ നടക്കും. അപ്പോൾ അവിടെ ഒരു ബസ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ബസ് ചെയ്തു. ഇത് നമ്മൾ ഫിനിഷ് പോയിൻ്റായി. ബായ് ഫിനിഷ് ചെയ്തിരിക്കുന്നു ബായ്. നമ്മൾ വിൻ ചെയ്തിരിക്കുകയാണ്. രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇടാത്ത മറ്റൊന്നും കൊണ്ടല്ല കേസ്, ഞങ്ങൾക്ക് പരീക്ഷയാറായി കേസ്. അപ്പോൾ ഇന്ന് ട്യൂഷനൊക്കെ പോകണം. വൈകിട്ട് വന്നാൽ ഒത്തിരി പഠിക്കാനുണ്ട് കേസ്. അപ്പം ഇന്ന് കുറച്ചേ പഠിക്കാനായിട്ടുള്ളായിരുന്നു. അത് കാരണമാണ് കേസ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. പരസ്യം തേങ്ങ ഇപ്പം പരസ്യം കേസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യുക ഗൈസ്. അപ്പം നമ്മളിപ്പം ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇതിനകത്ത് എല്ലാ മാച്ചും ഓൾമോസ്റ്റ് ആയി. ഇത് നമുക്ക് ഇത് കളിച്ചു നോക്കാം ഗൈസ്. എങ്ങനെയുണ്ട് നമ്മുടെ ഇതൊന്നും ഓടിയുടെ ഒന്നും വലിയ കളക്ഷൻ ഇല്ല. ഇത് പരസ്യം വരുന്നത് ദേഷ്യം വരുന്നുണ്ട് ഗൈസ്. പന്ന പരസ്യം ഗൈസ്. അപ്പോൾ എനിക്ക് ആഡ് വരുന്നതാണ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഗൈസ്. നമ്മുടെ ആഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ റേസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ റേസ് അപ്പോൾ അതുപോലെ സ്റ്റാർട്ടായതുകൊണ്ട് ഇതിപ്പം വീണ്ടും പറയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് ഇവരുടെ കൂടെ എത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർ ഒരു നോർമലായിട്ട് വലിയ പവറൊന്നുമില്ലാത്ത ഓടിയാണ്. അവരുടെ നല്ല പവർ കൂടിയ ഓടികളാണ്. അതുകൊണ്ട് പൊട്ടിക്ക് അല്ല അങ്ങനെ പൊട്ടിക്കുക. നമ്മൾ ഒരുത്തനെ പൊട്ടിച്ചു. അത് ജസ്റ്റ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണെങ്കിൽ അവനെ പൊട്ടിക്കുക. ഇത് എന്നാ ചേട്ടാക്കി ഇങ്ങനെ കയറി വരും. കല്ലിപ്പ് പൊട്ടിക്കുന്നു. 6 പേരുള്ളത് 5ാം സ്ഥാനത്താണ്. ഞാൻ എന്നെ പൊട്ടിക്കാൻ ഞാൻ അവനെ പൊട്ടിച്ചത് വീട്ടിലിട്ട് കൊടുത്തു. അപ്പം നിങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ ഇനിയും പുത്തൻ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം
നമ്മളിപ്പോൾ വേറൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ എല്ലാ വീഡിയോയുടെ താഴെ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാൾ ഈ വീഡിയോയുടെ താഴെ ഡൺ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അങ്ങനെ 2 പേരുടെ പേര് ഞാൻ സെലക്ട് ചെയ്ത് നമ്മുടെ ഇതിൻ്റെ പിന്നിൽ ഇത് കമൻറ്റ് ബോക്സിൽ ഏറ്റവും ടോപ്പിലിടുന്നതായിരിക്കും. ഇപ്പം മറക്കാതെ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ പേര് വരണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഗൈസ് അപ്പോൾ ഫിനിഷിംഗ് പോയിൻ്റ് എത്താറായോ എന്ന് എനിക്ക് മനസ്സിലുണ്ട്. ഇവിടുത്തെ കയറുവാണെങ്കിൽ ഇച്ചിരി സ്പീഡൊക്കെ കയറും. എന്ന് വെച്ചാൽ അത് റാമ്പൊക്കെ കയറുമ്പോഴത്തേക്കിന് കാറിന് ഇത് കൂടും. ഇതിനകത്ത് ബൂസ്റ്റർ അപ്പം ബൂസ്റ്റർ കൂടുന്നതുകൊണ്ട് എന്താ ഗൈസ് നമുക്കിങ്ങനെ ഡ്രിഫ്റ്റൊക്കെ ചെയ്യുന്നത് ഇതിനകത്ത് വഴി നല്ല രസമായിരുന്നു. ഗൈസ് നമ്മളിപ്പോൾ ഇതെവിടെയാണ് സ്ഥലം? ഇവിടെ ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ പോകും ഗൈസ്. നമ്മളെ ഫ്ലൈറ്റിൻ്റെ മണ്ടക്കൂടെ അല്ലേ ഇങ്ങനെ നമ്മൾ ഇതപ്പോൾ നമ്മൾ ആ ഫ്ലൈറ്റിൻ്റെ മേളിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വരാനായിട്ട് ഇവിടെ ഒരു റാമുണ്ട്. അയ്യോ ഗൈസ് നമ്മൾ 6th പൊസിഷനിലാണ്. ഈ ട്രക്കുകളൊക്കെ ഇടിച്ചാൽ നമ്മൾ പൊട്ടി പോകും. നിങ്ങൾ കഴിഞ്ഞ റേസ് കണ്ടിരുന്നതായിരിക്കും. ഇത് നമ്മളിപ്പോൾ ഫിനിഷിംഗ് പോയിൻ്റ് ആറായെന്ന് പറഞ്ഞു. എല്ലാവരും ഇതായെന്ന് എന്നാ പറയുന്നത് സ്പീഡിൽ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമ്മളല്ലോ നമ്മളൊരു റീസെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. റീസെറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്ന ആളില്ലേ അതാണ് നമ്മൾ. നമ്മുടെ സ്പോർട്സ് ഇഷ്ടപ്പെട്ടോ നമുക്ക് പിന്നെ പഴയ പോലെ അവരെല്ലാം കൊണ്ടുപോയി ഇതെന്നാ പോയാണ്. ഒത്തിരി പാടാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ഇത് റിവിഷൻ അതൊക്കെ നമുക്ക് വരുന്നത്. അത് കാരണമാണ് ഇത് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഒന്നും ഇടാൻ കുറേ ദിവസമായി. നമുക്ക് സൈബർ ചെക്കായിട്ട് ഇറങ്ങിപ്പോയി. അപ്പം നമ്മളിപ്പം ഇവിടെ നിങ്ങളിങ്ങനെ നമ്മൾ സ്ട്രൈറ്റ് ഇറങ്ങുന്നു. എന്നിട്ട് നമ്മൾ 6th പൊസിഷനിലാണ്. എന്നാൽ 6 പേരുള്ള 6ാമത്തേത് നമ്മളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓടിക്ക് സ്പീഡ് കുറവാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് ഒത്തിരി റിപ്പയർ ചെയ്തിട്ടില്ല. 3 കാര്യമുണ്ട്. അപ്പം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളെയൊക്കെ പുറകിലാണ് നിർത്തിയിരിക്കുന്നത്. ഇതുപോലെ നല്ല ശക്തിയുള്ള മിലിറ്ററിയുടെ വണ്ടിയൊക്കെ വന്ന് ഇരിക്കുമ്പോൾ നമ്മൾ ചത്തുപോകും ഗൈസ്. ഇതിന് എലിമിനേഷൻ റീപ്ലേ ഇതിനേക്കാൾ ഞാൻ ശകലം കൂടെ പവറാണ്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ബൈക്ക് റേസ് ഉണ്ട് ഗൈസ്. നമുക്കപ്പോൾ അതൊന്ന് ടെസ്റ്റ് നോക്കുന്നത്. നമ്മൾ അടുത്ത് കളിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബൈക്ക് റേസ് ആണ് ഗൈസ്. ബൈക്ക് റേസ് നല്ല ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് KTMൻ്റെ ബൈക്ക് വിട്ട് കളിക്കുകയാണെങ്കിൽ പക്ഷെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. നല്ല പാടും കൂടിയാണ് ഗൈസ്. നമുക്ക് ചാടട്ടെ ഗൈസ്. ഇപ്പം നമ്മൾ വിചാരം ഇതിന് ലാസ്റ്റ് തന്നെയായിരിക്കും ഗൈസ്. അതേ ഗൈസ് നമ്മൾ ലാസ്റ്റ് എത്തി. അവരെല്ലാം എത്തിക്കാണോ ഇപ്പോൾ. എന്നാൽ മുമ്പ് ഒന്ന് വിട്ടടിച്ച് പോവാം. അവരെല്ലാം ഫിനിഷ് ചെയ്തു. ഒറ്റ ഒരു സർക്കിൾ ഇടുന്ന അവരെല്ലാം ഫിനിഷ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ നമ്മളിങ്ങനെ കളിക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ ഈ മാച്ച് തോറ്റിരിക്കുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓടിയില്ല. പിന്നെ എൻ്റെ ഇപ്പം ഇരിക്കുന്ന ഓടിക്ക് സ്പീഡ് കുറവാണ് ഗൈസ്. അപ്പം നമുക്ക് ബൈക്ക് റേസ് കളിക്കാം ഗൈസ്. ഇത് പുതിയ അപ്ഡേഷനിൽ വന്ന ഗെയിമാണ് ഗൈസ്. ഇത് സീനൊരു സാധനമുണ്ട് ഗൈസ്, ഞാൻ ഇപ്പോൾ കാണിക്കാതെ. अगर आप अपना घर बनाना चाहते हैं या सोच रहे हैं घर बनाने की, ये वीडियो स्पेशली आप लोगों के लिए बनाई गई है. आप ഇത് പരസ്യം ഇഷ്ടമില്ല നമുക്ക് ഇതുപോലെ കുറേ സാധനങ്ങൾ ഞങ്ങൾ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഗൈസ് ഫെറാറിയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. നോക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെയാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര കാറുകളുണ്ട്. ഏറ്റവും ഫിഫ്റ്റായിട്ട് മത്സരിക്കാം. ഗൈസ് ഇങ്ങനെ കാണിക്കണമെന്ന് വിചാരിച്ച റേസ് ഇതുപോലത്തെ റേസുകളാണ് ഗൈസ്. 3 പെട്രോളും ഡീസലും കൊടുക്കാൻ ഇതുപോലത്തെ സെറ്റ് കാറുകളൊക്കെ ഇട്ട് നമുക്ക് കളിക്കാം. അപ്പോൾ അവരാരും എടുത്തു വെച്ച കാറുണ്ട്. ഇതൊരു സെറ്റ് കാറാണ്. നമുക്കൊക്കെ ഇത് തന്നെ ഇട്ടങ്ങ് കളിച്ചേക്കാം ഗൈസ്. ഇത് നമ്മുടെ ഇത് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ മാച്ചോടെ കഴിയുമ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം അടുത്ത ഈ ഗെയിമിൽ തന്നെ ബൈക്കിൻ്റെ വീഡിയോ ആയിട്ട് ഈ പാർട്ട് കഴിഞ്ഞ ഉടനെ വരുന്നതായിരിക്കും ഗൈസ്. ഈ സ്പീഡിൽ നമ്മളെ കുറച്ച് വീഡിയോ ഞാൻ എടുത്ത് വെച്ചാൽ അതിന് കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു ഗൈസ്. അത് കാരണമാണ് ഈ ഇടയ്ക്കൊന്നും ഞാൻ വീഡിയോ ഇടാറ് ഗൈസ്. നിങ്ങൾ ഗൈസ് നമ്മുടെ അവിടെ നമ്മൾ കുറച്ച് ഓടിച്ച ഓടി ഇതിൻ്റെ ഇത് നോക്കിയത് സ്പീഡ് എല്ലാ സ്പീഡാണ്. ഈ കാറൊക്കെ കിട്ടണം ഗൈസ്. പക്ഷേ ഒന്ന് ഇതിനകത്ത് നമ്മുടെ ഫ്രീ ഫയറിനകത്ത് ഇത് ഡയമണ്ടോ പിന്നെ റോബ്ലോക്സിനകത്ത് റോബോട്ട്സും ഒക്കെ പോലെ ഇതിനകത്ത് ഇത് കൊടുക്കണം ഗൈസ്. നമ്മളതുപോലത്തെ ഒന്നും ഉപയോഗിക്കില്ലാത്തതാണ് നമ്മൾ അല്ലാതെ ഈ കാർ ഓടിച്ച് കിട്ടുന്ന പൈസ ഉണ്ട്. നമ്മൾ ആ പൈസ കൊണ്ട് എടുക്കുന്നതായിരിക്കും ഗൈസ്. ഇതൊറ്റ ഒരു ഗുണവളി ഉണ്ട്. പൈസ അത്യാവശ്യം കുഴപ്പമില്ല കിട്ടുന്നത്. ഇത് നമ്മൾ ലംബോർഗിനിയെ പൊട്ടിക്കുക. നമ്മളെ 8ാമത്തെ ആൾക്കാരിൽ നമ്മൾ എത്രാമത്തെ നമ്മൾ 5ാമതാണ്. 5ാമത് സ്പീഡിൽ പോകാം ഗൈസ്. അപ്പോൾ ഒരുത്ത് മണ്ടകൾ കയറി ഉണ്ടെങ്കിൽ ബൈക്ക് റൈഡ് കുറച്ചുകൂടി രസമുണ്ട് ഗൈസ്. ഇതിന് കുറച്ച് രസമുണ്ട്. ബൈക്ക് റൈഡ് കുറച്ചുകൂടി കുറച്ച് രസമുണ്ട്. നമ്മൾ 6th പ്ലേസ് ആയി. ചെറിയ ന്യൂസുകൾ കിട്ടി. ഇതൊന്നും അല്ല, നിങ്ങൾ ഫോർമുല 1ൻ്റെ റേസ് ആയിരുന്നു കാണേണ്ടത്. അത് ഞാൻ പറഞ്ഞല്ലേ പോകുന്ന സീനല്ലേ. നമുക്ക് നേരെ പോകാം. ഓക്കെ, ഫിനിഷിംഗ് പോയിന്റ് ചെക്ക് പോയിന്റ് ആയി. നമ്മൾ 7th പ്ലേസ്. കത്തിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് 6നെ പൊട്ടിക്കണം. പറ്റത്തില്ല. ഇത് കളി തീർന്നു. നമ്മൾ 7th സ്ഥാനം ലൂസാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത്രയുള്ള ബൈ.